ഹലോ അസ്സാം വലൈക്കും. അപ്പൊ എല്ലാവർക്കും മൈസൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇതാട്ടോ കെട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു കെട്ടാണ്. ഇതിപ്പോ ഈ സൈഡ് പൊട്ടിച്ചിട്ടത് ഇന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെ 180ന്റെ മാക്സികളാണ്. പെട്ടെന്ന് ഓർഡർ ചെയ്യാം. കൊറിയർ ചാർജ് ഉണ്ടാവും. കൊറിയർ ചാർജ് ഒഴിവാക്കി തരാൻ പറ്റൂല കേട്ടോ. അപ്പൊ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് അപ്പൊ ചെസ്റ്റ് വീതി 48 46 എന്നുള്ളത് നമുക്ക് ഓരോന്നും അളക്കാൻ പറ്റില്ല. അപ്പൊ 46 48 എന്തായാലും ഉണ്ട് കേട്ടോ. ഇതാട്ടോ ഫസ്റ്റ്. അപ്പൊ ഒക്കെ സിംഗിൾ പീസ് ആയിരിക്കും. പിന്നെ ഇത് എടുത്ത് വെച്ചിട്ട് കൊറിയർ ചാർജ് എത്രയും ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊറിയർ ചാർജ് കഴിഞ്ഞ പ്രാവശ്യം ഈ വൈലറ്റിന് ഇഷ്ടമാതിരി ഓർഡർ വന്നിരുന്നില്ലേ? കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നല്ലോ. നിങ്ങളില്ലാത്ത അല്ല, നിങ്ങള് വിഷുവിന് പോയെന്ന് ഞെട്ട ഇപ്പൊ ഇതാക്കണം ഇഷ്ടമാതിരി വൈകിട്ട്. നിങ്ങൾ വിഷുവിന് ആ ലീവ് എടുത്തന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ 150ന്റെ കേട്ടോ. അപ്പോൾ ഇതാക്കണം ചിലപ്പോൾ 2 പീസ് വരും, ചിലപ്പോൾ 1 പീസ് ഉണ്ടാകുള്ളൂ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി കോട്ടൺ മാക്സികളാണ്. അതിൽ GSM കൂടിയത് ഉണ്ടാകും, കുറഞ്ഞത് ഉണ്ടാകും, എല്ലാ മോഡലിലും ഉണ്ടാകും. അപ്പോൾ നമുക്കിതും അറിയില്ല കേട്ടോ. പിന്നെ ഈ 180 എന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾ മാക്സി റേറ്റ് കുറച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ നമ്മൾ കൊറിയർ ചാർജ് നിങ്ങൾ 3 4 എടുക്കുമ്പോൾ കൊറിയർ ചാർജ് നമ്മൾ വെയിറ്റ് നോക്കിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ പറയുന്ന സമയത്ത് എന്താണ് 3 മാക്സി എടുക്കുമ്പോൾ 1 കിലോന് ആവൂലെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ 60 തന്നെ വാങ്ങിക്കല്. 1 കിലോന്റെ മുകൾക്ക് പോയാൽ പോസ്റ്റ് ഓഫീസിന് 80 രൂപ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചില 4 മാക്സി എടുക്കുന്ന സമയത്ത് നമ്മൾ 80 പറയണത്, 3 മാക്സി എടുക്കുന്ന സമയത്ത് 60 പറയണത്. ചിലപ്പോൾ 2 മാക്സിക്ക് കേൾക്കാറ് ചിലപ്പോൾ 60 വരുന്നത്. ഒരു 3 മാക്സി എടുക്കുമ്പോൾ ചിലപ്പോൾ 80 വരും. അത് ഓരോ വെയിറ്റിനനുസരിച്ചിട്ടാണ്. അതനുസരിച്ചിട്ടുള്ള ചാർജാണ് നമ്മൾ നിങ്ങളോട് പറയണത്. പിന്നെ നിങ്ങൾ സ്റ്റാഫ് എത്ര 60, ഞാൻ 60 പറഞ്ഞു 3 മാക്സി എടുത്തപ്പോൾ സ്റ്റാഫ് 80 പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതെന്താ വെച്ചാല് നമ്മൾ തൂക്കം നോക്കിയിട്ടല്ല. ഇതിൽ വൈലറ്റ് അല്ല കേട്ടോ, വൈലറ്റുകൾ പ്രിന്റിന് മാറ്റമുണ്ട് കേട്ടോ. സോറി, ആ വൈലറ്റാണ് ആ വൈലറ്റ്, ഈ വൈലറ്റ് വേറെ വൈലറ്റാണ്. അങ്ങനെയാണ് വരുന്നത്. പ്രിന്റ് മാറ്റമുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇതെന്താ ഫുള്ള് വൈലറ്റിൻ്റെ ഒരു ഇതാണോ എന്ന് വിചാരിച്ചു. പിന്നെ ഇതാക്കണം കേട്ടോ, ഇത് 2 ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുള്ളവർ ഓർഡർ ചെയ്തോളൂ. അപ്പോൾ 180 ഒരുപാട് ആൾക്കാർ കിട്ടണില്ല എന്ന് പറഞ്ഞാണ്ട് നിൽക്കുമ്പോൾ നമുക്ക് നിങ്ങളായിട്ട് തല്ലുകൂടാൻ വയ്യ. നമ്മൾ ആ ഓർഡർ ക്യാൻസലാക്കും, നമ്മൾ ചോദിക്കണവർക്ക് കൊടുക്കും. ചിലരോട് 180 ഇൻറ്റു പ്ലസ് 3 ഇൻറ്റു പ്ലസ് 60 അല്ലേ, ആ വരുമ്പോൾ ഓരോ പൈസ ഇട്ടുന്നിട്ട് ഒരു ഓർഡർ കൺഫേം ആക്കിയിട്ട് ഒരു പോകും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്രയും ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നതാണ്. നമ്മുടെ കടക്കാരൻ 200 രൂപക്ക് കൊടുത്തുകൂടായിരുന്നില്ലേ? പിന്നെ നിങ്ങൾക്ക് ഒരു 10 രൂപ കുറച്ച് 190 ആക്കിയാൽ പോരായിരുന്നില്ലേ എന്ന് വരെ എന്നോട് ചോദിച്ചതാണ്. എന്നിട്ട് പോലും ഞാൻ ഒറ്റ പ്രാവശ്യം ഇത് എന്ത് ചെയ്തിട്ടുള്ളൂ, 190 ഇട്ടു. അപ്പോൾ നമ്മളെ കടയിൽ വന്ന കസ്റ്റമർ അടക്കം പറഞ്ഞു 190ന്റെ 180ന്റെ മാക്സി നിങ്ങൾ 190 ഇട്ടില്ലേ എന്ന് പറഞ്ഞു. അതടക്കം പറഞ്ഞിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്തു, പാവല്ലേ, കുറെ ആൾക്കാർ ഇത് സെയിലാക്കാൻ 10 എടുക്കണവരുണ്ട്. കാരണം ഈ ചൂടത്തായാലും ഇനിയിപ്പോൾ മഴയാണെങ്കിലും ഇനിയിപ്പോൾ മഴക്കാലം വരികയാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഉണങ്ങണം എന്നുണ്ടെങ്കിലൊക്കെ ഇതാണ് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ തിന്നിട്ട് പിന്നെ ഇതിന് നമ്മൾ തിരക്കൂടുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 രൂപക്ക് 4 മാക്സി കിട്ടും. കൊറിയർ ചാർജ് 50 രൂപയുള്ളൂ പറഞ്ഞു. അപ്പോൾ 1050. നമ്മൾ 4 മാക്സി 800, കൊറിയർ ചാർജ് 80, 880. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് അങ്ങനത്തെ മാക്സി തന്നെയാണ് ഇതും. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ലാഭം എന്ന് വിചാരിച്ചാൽ അത് എടുക്കുക. അവരെന്നോട് അങ്ങനെ പറഞ്ഞത്, ഞാൻ 4 മാക്സി 1000 രൂപക്ക് വാങ്ങി 50 റുപ്യ കൊറിയർ ചാർജിന്റെ അടുത്ത് വാങ്ങിയിട്ടുള്ളൂ. അതായത് എനിക്കിപ്പോ 1000 രൂപക്ക് 4 എണ്ണം. അപ്പൊ എനിക്ക് അത്രയും പൈസ എത്ര 880, 100 സംതിങ് അവിടെ തന്നെ എനിക്ക് ലാഭമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, 100 സംതിങ് എനിക്ക് അവിടെ ലാഭമുണ്ട്. അവിടെ പിന്നെ എനിക്കൊരു 50 റുപ്യ കൊറിയർ ചാർജ് വാങ്ങിയാലും എനിക്ക് പ്രശ്നമില്ല. ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് 180 തന്നിട്ട് എനിക്ക് അതിന് എന്റെ കൊറിയർ കവർ പോകണം. പിന്നെ എന്തൊക്കെയാണ്, ട്രാൻസ്പെറന്റ് കവറിൽ ഇട്ടിട്ടാണ് കൊറിയർ കവർ, അതൊക്കെ വാങ്ങിക്കണം. പിന്നെ പോസ്റ്റ് ഓഫീസിൽ പോവാനുള്ള ചെലവ് ഇൻ്റെതാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഇതുമെന്ന് ലാഭം കിട്ടുള്ളൂ.
അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾക്ക് അങ്ങനെ ലാഭം ഉണ്ട്, നിങ്ങൾക്ക് എവിടുന്നാണ് ലാഭം എന്ന് വിചാരിച്ചാൽ അവിടുന്ന് എടുക്കുക. അത് എവിടുന്നാണ് സാധനങ്ങൾ ഇഷ്ടപ്പെടും. ഇതിന്റെ കളർ ചേഞ്ച് ആണോ അത് കേട്ടോ, അല്ല പ്രിന്റിന് മാറ്റണ്ടോ അല്ലേ. അപ്പൊ അങ്ങനെ എടുക്കുക, അതാണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഇത് വീണ്ടും ഇറക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഒരുപാട് ആൾക്കാർക്ക് ഈ സാധനം എന്ന് പറഞ്ഞാല് ഗൾഫിക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ട് വെച്ച സാധനമാണ്. അപ്പോൾ ഇങ്ങനത്തെ സാധാ സിംഗിൾ മാക്സി ഒക്കെ ഗൾഫിക്ക് കയറ്റി വിടാന് ഓലിക്ക് 30 കളറിൽ വേണം, 30 പ്രിന്റില്. അതായത് നമ്മൾ ഹോൾസെയിൽ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എത്ര കളർ ഉണ്ട് വെച്ചാൽ ആ കളർ മൊത്തം നമ്മൾ എടുക്കണം. പക്ഷെ ഇത് അങ്ങനെ കയറ്റി വിടുന്ന സമയത്ത് ഓൽക്ക് അത്രയും കൊറിയർ ചാർജ് എന്തെങ്കിലും ചാർജ് വരുമല്ലോ. അപ്പോൾ ഓൽക്ക് എന്ത് ചെയ്യും, അങ്ങനെ എടുത്താലും ഓൽക്ക് മുതലാവില്ല വിചാരിച്ചിട്ട് ഒരു കടക്കാരനോട് ചോദിച്ചു ഇത്ര ഇങ്ങനെ 30 എണ്ണം 30 ഇതിൽ തരുമെന്ന് ചോദിച്ചിട്ട് പോലും അങ്ങനെ അയച്ചു കൊടുക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ എന്തോ ഒരു ഇത് പ്രശ്നത്തില് അയക്കാൻ പറ്റിയില്ല. അപ്പൊ എന്താ വെച്ചാല് ഇത് പ്രിന്റുകള് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് വൈസ് ഇല്ലാത്തതുകൊണ്ട് ഓൾക്ക് ഈ ഹോൾസെയിൽ ഷോപ്പേർക്ക് റീറ്റെയിൽ ആയിട്ട് കൂടുതൽ സാധനങ്ങൾ ഇങ്ങനെ പോകൂലല്ലോ. അപ്പൊ അതുകൊണ്ട് ആണ് ഇത് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പൊ ഓർക്ക് ഒരുപാട് അങ്ങനെ പെൻഡിങ് വന്നപ്പോൾ നമ്മളിത് സെയിലാക്കുക എന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ട് 180 ആണ് കൊറിയർ ചാർജ് എക്സ്ട്രാ വേണമെന്ന് പറയുന്നത്. അപ്പൊ ഈ സാധനം തന്നെയാണ് 200-200-നായാലും 190-നായാലും 250-നായാലും ഒക്കെ സെയിലാക്കണത്. അത് ഞാൻ ആദ്യം 180 എന്നായിക്കോട്ടെ, ഈ 10-300 പീസ് ഇല്ലേ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് നമ്മളത് ചെയ്തു. പിന്നെ നമുക്ക് പോകെ നമുക്ക് മനസ്സിലായി കൊറിയർ കവറും ഇതൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് പോവല്ലേ വിചാരിച്ചപ്പോ ഞാൻ 10 രൂപ കൂട്ടി. പിന്നെന്താ വെച്ചാൽ ഇത് ബൾക്കായിട്ട് പോകുമ്പോ പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്തത്, വീണ്ടും ഞാൻ നിങ്ങൾക്ക് കുറച്ച് തന്നത്. അപ്പൊ ഇത് പറഞ്ഞത് 2-3 വീഡിയോന്റെ പ്രശ്നമാണ് കേട്ടോ. ഒരു വീഡിയോന്റെ പ്രശ്നമല്ല, ഒരാൾ തന്നെയാണ് 2-3 വീഡിയോക്ക്. നമുക്ക് നിങ്ങൾ സ്ഥിരം കസ്റ്റമറാണ്, കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നത്, നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം നമ്മൾ അംഗീകരിച്ച് 190 നിങ്ങൾ കുറച്ച് തരും, ഞങ്ങൾക്ക് ഇത് സെയിലാക്കാനുള്ളത് തന്നെയാണ് പറഞ്ഞപ്പോൾ ഞാനത് നിങ്ങൾക്ക് ചെയ്തു തന്നു. പിന്നെ കൊറിയർ ചാർജ് ഒഴിവാക്കി തന്നൂടെന്ന് ചോദിച്ചു. 180 മാക്സി തന്നിട്ട് കൊറിയർ ചാർജ് എന്താ നിങ്ങൾക്ക് ഒഴിവാക്കി തന്നൂടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിക്കണു, ഞാൻ ഈ കൊറിയർ ചാർജ് 60 രൂപ ഞാൻ നിങ്ങളോട് പറയണോ? അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളൊരു 80 രൂപ തന്നാൽ മതി, ഞാൻ ഒഴിവാക്കി തരാം. കാരണം ഈ 60 രൂപ, ഈ 150 രൂപക്ക് നമ്മളിത് സെയിലാക്കിയിട്ട് 60 രൂപയും കൂടി നമ്മൾ കൊറിയർ ചാർജ് ഒഴിവാക്കി കൊടുക്കണം എന്ന് പറഞ്ഞാല് അത്രയും ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങളൊരു 20 രൂപ കൂട്ടിട്ടോളി എന്ന് പറഞ്ഞു. സെയിലാക്കണവർക്ക് ഓക്കെ, ഇത് 180 കിട്ടിയാലും ഇനി അവർക്ക് 200-നോ 210-നോ 230-നോ ഒക്കെ ഇത് സെയിലാക്കാൻ പറ്റും. നേരെ മറിച്ച് വീട്ടാവശ്യത്തിന് എടുക്കണവർക്ക് ഇത് 180 എടുത്താല് എങ്ങനെ ആയാലും ലാഭം തന്നെയാണ്. പിന്നെ ഒരു കൊറിയർ ചാർജ് ഒഴിവാക്കി തരാൻ പറഞ്ഞാല് അത് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ വീണ്ടും ഞാൻ പറയണത് അതുകൊണ്ടാണ്. കാരണം ഞാൻ അവരോട് ആ ആളെന്നെ വീണ്ടും ഓർഡർ എടുക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് എടുക്കണ്ട, കാരണം ഇങ്ങനെ പ്രശ്നമുണ്ട് 2 ദിവസമായിട്ട് എന്നുള്ളത്. സാധനം എടുത്തു വെക്കൂട്ടോ, രാത്രിയൊക്കെ വീഡിയോ അപ്ലോഡ് ആക്കി കഴിഞ്ഞാല് പിന്നെ അവര് പോകും, പിന്നെ അവരെപ്പോഴെങ്കിലും കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ സാധനം മാറ്റി വെക്കൂല. നിങ്ങൾ ഓൺലൈനിൽ ഉണ്ടെങ്കിൽ നിങ്ങളത് ഓർഡർ കൺഫേം ആക്കിയിട്ട് നിങ്ങൾ പോകുക കേട്ടോ. ഇനി ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തെങ്കിൽ വെയിറ്റ് ചെയ്യും. കാരണം എന്താ വെച്ചാല് ഈ ഒരു സാധനത്തിന് ഒരുപാട് ആൾക്കാർ വെയിറ്റിങ്ങിലാണ്. ഇന്ന് വന്നു, ഇന്നില്ലേ 180 ഓർഡറുകൾ, ഇന്ന് ഒരുപാട് 180 ഓർഡറുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ വീഡിയോ അപ്ലോഡ് ആക്കുന്ന അവരോട് നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുത്താൽ മതി. ഒരുപാട് ഡിസൈനുകളിൽ ഒരു 10-60 പീസെങ്കിലും ഉണ്ടാവും തോന്നണം.
അപ്പോൾ ഓരോ കെട്ടില് വരുന്നതാണ് കേട്ടോ. ഇപ്പൊ 180ന്റെ ഇനി കുറെ ഉണ്ടോ അതിൻ്റെ ഉള്ളില്? 180ന്റെ അപ്പോ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ആക്കി തരാം. 180ന്റെ കിട്ടാത്തവരുണ്ടെങ്കിൽ ദിവസം പറ്റുമെങ്കിൽ ദിവസം ആക്കി തരാം. ഇതിന്റെ ഒരു കളർ ചേഞ്ച് നമ്മൾ ഇതിന്റെ കുറെ മുന്നേ കാണിച്ചു കേട്ടോ. കുറെ ഫസ്റ്റില് കുറെ മുന്നല്ല, ഇതാകണം കേട്ടോ. അപ്പോൾ നമ്മൾ കടന്റെ പണി നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ പൊട്ടിച്ചത് വേഗം നമ്മൾ സെയിലാക്കും. പൊട്ടിക്കാത്തൊക്കെ പിന്നെ നമുക്ക് മാറ്റാൻ വേഗം ഉണ്ടാകും. കെട്ട് പൊട്ടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഒരു 4 ദിവസം നമ്മളെ ചാനലിൽ ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ. ഒരു 4 ദിവസമാണ് ഓഫർ നടക്കുന്നത്. അപ്പോൾ വേഗം കയറി പർച്ചേസ് ചെയ്തോളേ. അതിൽ ഓഫർ ഇടാൻ പറ്റുന്നതൊക്കെ നമ്മൾ ഓഫർ ഇട്ടിട്ട് നമ്മൾ സെയിലാക്കും കേട്ടോ. അപ്പോൾ വീഡിയോ എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. കണ്ടല്ലേ, ഇതൊക്കെ നമ്മൾ വീഡിയോ ആദ്യം കാണുന്ന ആൾക്കാർക്ക് ഇതൊക്കെ 56 ലെങ്ത് ഉള്ളപോലെ തന്നെ എടുക്കണം കേട്ടോ. കാരണം അത് കട്ട് ചെയ്ത് പോവാതിരിക്കാനാണ് അടിയിൽ വർക്ക് വരുന്നത്. എന്താ ഫസ്റ്റ് കാണുന്ന ആൾക്കാർ അവർക്ക് ഇഷ്ടപ്പെട്ടത് മൊത്തം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അങ്ങനെ വിടും. നമ്മൾ ഫസ്റ്റ് ഒരു ഫോട്ടോ വരുമ്പോൾ അതുള്ളൂ, അതിന്റെ പിന്നാലെ അടുത്ത ഫോട്ടോ, അതിന്റെ പിന്നാലെ അടുത്ത ഫോട്ടോ, അതിന്റെ പിന്നാലെ അടുത്ത ഫോട്ടോ, അങ്ങനെ വരും. ഇത് 46 ചെസ്റ്റ് വീതി ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ നല്ല സുഖമാണ് ഈ പ്രസവിച്ചെടുക്കുന്ന കുട്ടികൾക്കൊക്കെ. ഇപ്പൊ ഇങ്ങനത്തെ നല്ല പ്യുർ കോട്ടൺ മാക്സികളല്ലേ, ഇതൊക്കെ എടുത്തിട്ട് പ്രസവിച്ചെടുക്കുന്നവർക്ക് നല്ല സുഖമാണ്. എണ്ണയും കോയമ്പൊക്കെ തേച്ച് കിടക്കുന്നവർക്കൊക്കെ. പിന്നെ ഈ ചൂടത്ത് ഇടാനും നല്ല സുഖമാണ് അല്ലേ. നല്ല കനം കുറഞ്ഞ മാക്സികളാണ്, നല്ല അടിപൊളി മോഡലുകളാണ്. അപ്പോൾ ഇത്രയും കളറുകളാണ് നമ്മൾ 180ന്റെ മാക്സി വരുന്നത് കേട്ടോ. നല്ല പ്യുർ കോട്ടൺ മാക്സികളാണ്. ഇതിലെല്ലാ മോഡലും ഉണ്ട്. ഇത് ഒരു കനം കുറഞ്ഞ മോഡലാട്ടോ. കനം കുറഞ്ഞ മോഡലാണ്. എന്നാൽ ആ മാക്സികളുടെ അത്ര ഒരു കനം വരുന്നില്ല. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഇതിലെല്ലാ ഐറ്റം മാക്സികളും ഒരു പ്രാവശ്യം നമുക്ക് ഫുള്ള് എംബ്രോയിഡറിനൊക്കെ കിട്ടിയത് കണ്ടില്ലേ നിങ്ങള് 180ന് കേട്ടോ. അപ്പൊ ഇത്രയും കളറുകളാണ് ഇതിലുള്ളത്. നിങ്ങൾ വേഗം ഓർഡർ ആക്കിക്കോളൂ കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ഷാളുകളും നമ്മൾ ഓഫർ ഇടും കേട്ടോ. 70 രൂപക്കായിട്ട് ഇടുന്നുണ്ട്. നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്ത ഷാളുകളാണ് 70 രൂപക്ക് ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കളറുകളാണ് എന്ത് ചെയ്യണത് നമ്മൾ ഇന്നത്തെ 180ന്റെ ഓഫർ. അപ്പോൾ എത്ര മാക്സ് എടുത്താലാണ് കൊറിയർ ഫ്രീ എന്ന് ചോദിച്ചാൽ കൊറിയർ ഫ്രീ ഇല്ല കേട്ടോ. നമ്മൾ ഒന്നിലും കൊറിയർ ഫ്രീ പറഞ്ഞിട്ടില്ല. ഏതോ ഒരു വീഡിയോയിൽ മാത്രമേ കൊറിയർ ഫ്രീ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.